السلام عليكم ورحمة الله وبركاته. الحمد لله جاعل اللوح والقلم، والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وآله وسلم المبعوث إلى كافة الأمم وعلى آله وأصحابه أهل الجود والكرم. വളരെ വിശിഷ്ടമായിട്ടുള്ള ഈ ചടങ്ങിൽ വളരെ പവിത്രമായിട്ടുള്ള ഈ ചടങ്ങിൽ വിശുദ്ധ ഖുർആന്റെ മലയാള മൊഴിമാറ്റം വ്യാഖ്യാന സഹിതം അതിൻ്റെ ആപ്പ് ലോഞ്ചിങ്ങും അനുബന്ധിച്ചൊരു സെമിനാറും നടക്കുന്ന വളരെ ധന്യമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട അബൂബക്കർ ഹുദവി കരുവാരക്കുണ്ട് അവർകളെ, ഈ മഹത്തായ സംരംഭത്തിന് അള്ളാഹു ഭാഗ്യം നൽകിയ, അതിനുള്ള അവസരം അള്ളാഹു പ്രദാനം ചെയ്ത നമ്മുടെയൊക്കെ അഭിമാനമായ പണ്ഡിതവര്യൻ, വളരെ ആദരണീയനും പ്രിയങ്കരനുമായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സാഹിബ് അവർകളെ, ഇവിടെ വിഷയാവതരണം നിർവഹിക്കാനിരിക്കുന്ന കാലിക വിഷയങ്ങളെ മതവിജ്ഞാനവുമായി ബന്ധപ്പെടുത്തുന്നതിൽ പ്രത്യേകിച്ചും ബദ്ധശ്രദ്ധനായിട്ടുള്ള ബഹുമാന്യ പണ്ഡിതൻ MP മുസ്തഫൽ ഫൈസി അവർകളെ, പ്രശസ്ത മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും ഗ്രന്ഥകർത്താവും എല്ലാമായിട്ടുള്ള എൻ്റെ പ്രിയ സ്നേഹിതൻ സജീവൻ, മറ്റു ബഹുമാന്യരെ, ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പണ്ഡിത സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, വളരെ സന്തോഷമുണ്ട്. ഉള്ളുണരുന്ന സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിലേക്കുള്ള ക്ഷണം ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് നേരിട്ട് ക്ഷണിച്ചപ്പോൾ ഉണ്ടായ സന്തോഷം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഈ ലോഞ്ചിങ്ങിൻ്റെ പ്രകാശനം അഥവാ ലോഞ്ചിങ് തന്നെ നിർവഹിച്ച ശേഷമുള്ള ഈ ചടങ്ങിലും ഈ പരിപാടികളിലും പങ്കെടുക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും ചാരിതാർത്ഥ്യവുമാണ് അനുഭവപ്പെടുന്നത്. ഞാൻ ദീർഘമായിട്ടൊരു സംസാരത്തിനൊന്നും മുതിരുന്നില്ല. വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു ചെല്ലുക എന്നതിൽ കവിഞ്ഞൊരു ഭാഗ്യമില്ല. അത് എത്ര പറഞ്ഞാലും തീരാത്ത, കാലത്തിൻ്റെ മുമ്പേ ഒരു മഹാത്ഭുതമായി, വലിയൊരു ദൃഷ്ടാന്തമായി വിശുദ്ധ ഖുർആൻ നിലകൊള്ളുന്നു. ഖുർആന്റെ പ്രത്യേകതകൾ എണ്ണിയാലൊടുങ്ങാത്തതാണ് എന്നൊക്കെ നമുക്കറിയാം. വേദഗ്രന്ഥം എന്ന നിലയിലുള്ള മഹാത്ഭുതങ്ങളും വിശേഷതകളും മാത്രമല്ല, വൈജ്ഞാനികമായിട്ട് തന്നെ ലോക ചരിത്രം പരിശോധിച്ചാൽ, വിജ്ഞാനീയങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അതിലപ്പുറവും വിശുദ്ധ ഖുർആന്റെ മഹാത്ഭുതം അത് വേറിട്ട് വ്യതിരിക്തമായി, കാലാതിവർത്തിയായി, ഇത്ര കാലം കഴിഞ്ഞിട്ടും ഖുർആൻ സൂക്ഷിച്ച രീതി, ഖുർആൻ കൈകാര്യം ചെയ്ത വിഷയങ്ങളുടെ അതുല്യത, അതിൻ്റെ സർവോപരി അതിൻ്റെ ദൈവികത, അത് ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്നുള്ളതിനെ ഇന്നും സാക്ഷ്യപ്പെടുത്തുന്ന ലോക സാഹചര്യങ്ങൾ. ഞാനതിൻ്റെ മതപരമായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചല്ല ഈ പറയുന്നത്. ഇത് ദൈവിക ഗ്രന്ഥം തന്നെ എന്ന് ലോകം സാക്ഷ്യപ്പെടുത്തുന്ന, അറിവുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്ന, ചിന്താശീലന്മാർ
സാക്ഷ്യപ്പെടുത്തുന്ന ഈ മഹാത്ഭുതം എനിക്ക് ഓർമ്മ വരുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള ജർമ്മൻ മഹാകവി ഗോയറ്റെ തൻ്റെ സ്നേഹിതനായ എക്കർമാൻ ഖുർആന്റെ സൂക്തങ്ങൾ ഇങ്ങനെ അതിൻ്റെ ആശയങ്ങൾ ഇങ്ങനെ കേൾപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹാകവി ഗോയറ്റെ എന്ന് പറഞ്ഞാൽ ജർമ്മനിക്കാർക്ക് മാത്രമല്ല വിശ്വസാഹിത്യത്തിന് തന്നെ വളരെ അമൂല്യമായിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കാവ്യലോകം, ആ കാവ്യലോകത്തിൻ്റെ അഗാധമായിട്ടുള്ള അതിലൂടെ ലഭിച്ചിട്ടുള്ള അഭിവീക്ഷണങ്ങൾ എല്ലാം അനന്യ അസാധാരണമാണ്. എക്കർമാൻ ഇത് ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് ഗോയറ്റെ ഖുർആൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ നിന്നുണർന്ന അനുഭൂതിയോ വൈകാരിക തീക്ഷ്ണതയോ വൈചാരികമായിട്ടുള്ള അനുഭവമോ ഒക്കെ പങ്കുവെച്ചുകൊണ്ട് പ്രസ്താവിക്കുകയുണ്ടായത്. കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, പുതിയ പലതും വരുന്നു. അപ്പോഴും ഖുർആൻ ഉയർന്നു തന്നെ നിൽക്കുന്നു. ഖുർആൻ തുറന്നു വെച്ചിട്ടുള്ള വൈജ്ഞാനിക ലോകം, ഖുർആൻ ഇടയ്ക്ക് പരാമർശിച്ചിട്ടുള്ള പ്രപഞ്ചവിജ്ഞാനീയങ്ങൾ, അതിനാണല്ലോ ശാസ്ത്രം എന്ന് പറയുന്നത്. ഖുർആൻ ശാസ്ത്രഗ്രന്ഥമല്ല. ഖുർആനിൽ ശാസ്ത്രം തിരയുന്നതിലും അർത്ഥമില്ല. പക്ഷെ പ്രപഞ്ചം ഖുർആന്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് പ്രപഞ്ചവിജ്ഞാനീയങ്ങളെ സയൻസ് എന്ന് വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളിലൂടെ ഖുർആൻ കടന്നു പോയിട്ടുണ്ടാവും. അത് സയൻസ് പറയാൻ വേണ്ടിയല്ല, പ്രപഞ്ചം പറയാൻ വേണ്ടിയല്ല, മനുഷ്യന് മാർഗദർശനം നൽകാൻ വേണ്ടിയാണ്. മനുഷ്യന് മാർഗദർശനം നൽകുമ്പോൾ പല വഴിക്ക് അവൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കേണ്ടി വരും. ഖുർആനിൽ പർവ്വതങ്ങളെക്കുറിച്ച്, പുഴകളെക്കുറിച്ച്, കടലിനെക്കുറിച്ച്, ആകാശത്തെ, ഭൂമിയെ, നക്ഷത്ര നിബിഡമായിട്ടുള്ള വാനലോകത്തെ, ചന്ദ്രനെ, രാവിനെ, പകലിനെ, പ്രഭാതത്തെ, ഇരവിനെ ഒക്കെ. പിന്നെ അങ്ങോട്ട് പോയാൽ പശു എന്ന് പേരുള്ള അധ്യായം, എട്ടുകാലി എന്ന് പേരുള്ള അധ്യായം, ഉറുമ്പ് എന്ന് പേരുള്ള മറ്റൊരധ്യായം. ഈ നാമകരണത്തിൽ പോലും ഖുർആൻ പുലർത്തിയിട്ടുള്ള അനന്യ അസാധാരണമായിട്ടുള്ള സമീപനങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ആ വൈജ്ഞാനികത അവസാനിക്കുന്നില്ല, ആ ചിന്താപരത അവസാനിക്കുന്നില്ല, ആ ആശയപരത അവസാനിക്കുന്നില്ല, ഖുർആന്റെ ഉള്ളടക്കത്തിന്റെ ദാർശനികത അവസാനിക്കുന്നില്ല. അത് തുടർന്നേ പോകുമ്പോൾ അതിൽ പുതിയ പുതിയ ചാലുകൾ കയറും, പുതിയ പുതിയ ലോകങ്ങളിലേക്ക് അത് കടന്നു ചെല്ലും. പ്രതിഭാശാലികളായിട്ടുള്ള പണ്ഡിതന്മാരുടെ പേനത്തുമ്പുകളിലൂടെ അതിന് പരിഭാഷകൾ വരും, വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വരും. അങ്ങനെ 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 ആ അത്ഭുതം തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും ഖുർആനിലെ ഒരു സൂക്തം ഖുർആൻ പഠിതാക്കളും ഖുർആനെ പറ്റി ചിന്തിക്കുന്നവരുടെയും മനസ്സിലേക്ക് കടന്നു വരും. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാമാണ് ഈ ഉത്ബോധനത്തെ ഇറക്കുകയുണ്ടായത്, നാം തന്നെ അതിനെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണ് ആ ഹിഫാലത്തിന്റെ, ആ ഹാഫിളൂൻ, ആ വിജ്ഞാനം അതിൻ്റെ മുമ്പിൽ നിന്നോ അതിൻ്റെ പിറകിൽ നിന്നോ
മിഥ്യ അതിനെ ബാധിക്കുകയില്ല എന്നൊരു സൂക്തമുണ്ട് ഖുർആനിൽ, നമുക്കറിയാം. ബാത്തിൽ മുമ്പൊന്നും വരൂല, പിറകൊന്നും വരൂല. ഹക്കാണ്, മുഴുവനും ഹക്കാണ്. ഹക്കായ അള്ളാഹുവിൽ നിന്ന് വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ആ വ്യക്തമായ ഹക്കായിട്ടുള്ള അള്ളാഹുവിൻ്റെ കലാമാണ്, പൂർണ്ണമായും കലാമാണ്. അർത്ഥം മാത്രമല്ല, അക്ഷരങ്ങൾ കലാമാണ്. ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കപ്പെട്ടത് മാത്രമല്ല ഖുർആനെ പറ്റി മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്, ഇന്നും മനസ്സിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യവാന്മാരായ പണ്ഡിതന്മാർക്ക് ഞാൻ ഭാഗ്യം ഭാഗ്യം എന്ന് 3-4 തവണ തുടക്കം മുതൽ പറയുന്നത് ഇതാണ് ഭാഗ്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്. ഖുർആനിലേക്ക് കടന്നു വരിക, ഖുർആന്റെ ലോകത്ത് ജീവിക്കുക, ഖുർആന്റെ വിജ്ഞാനീയങ്ങളെ ലോകത്തിന് എത്തിച്ചു കൊടുക്കുന്നതിന് ഉപകരണമായി തീരുക, അതിൽ കവിഞ്ഞൊരു ഭാഗ്യമില്ല. ആ ഭാഗ്യത്തിന് വർഷങ്ങൾക്ക് മുമ്പ് പാത്രീഭൂതനായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആദരപാത്രമായിട്ടുള്ള അഭിമന്യ പണ്ഡിതൻ ഉസ്താദ് ഡോക്ടർ മുഹമ്മദ് ബഹാവുദ്ദീൻ നദ്വി സാഹിബ് 2015 എന്ന് പറഞ്ഞാൽ ഒരു പതിറ്റാണ്ടുകാലം മുമ്പ് ഈ ദൗത്യം നിർവഹിച്ചു. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ ചടങ്ങ് സമാരംഭം കുറിക്കുമ്പോൾ സ്ക്രീനിൽ ഈ ആപ്പിനെ കുറിച്ച് ഉള്ളതായ വിവരണങ്ങൾ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, വിവരണം വരുന്നതിന് മുമ്പ് തന്നെ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞത് ഇത് ഹാർഡ് കോപ്പി എന്നൊക്കെയുള്ള ഒന്ന് പറയാ. സത്യത്തിൽ അങ്ങനല്ല, ഇതിൻ്റെ ഒറിജിനൽ, ഈ പരിഭാഷയുടെ ഈ ഒറിജിനൽ അതായിരുന്നു എൻ്റെ മനസ്സിൽ. ഇപ്പോഴും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇത് ചെയ്ത സംഘാടകരെ, ബുക്ക് പ്ലസിനെ അഭിനന്ദിക്കുമ്പോഴും ആ ഗ്രന്ഥരൂപത്തിലുള്ള ഹാർഡ് കോപ്പി എന്ന് പറയുന്ന അത് ഇനിയും കൂടുതൽ അടിച്ചിറക്കി, ഇനിയും കൂടുതൽ പരമാവധി വിതരണം ചെയ്ത്, ഇനിയും കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധ പുലർത്തണമെന്നാണ് എനിക്ക് ആദ്യാവസാനം പറയാനുള്ളത്. ഈ ചെയ്ത മഹത്തായ സേവനത്തിൻ്റെ, സംരംഭത്തിൻ്റെ, ബുക്ക് പ്ലസിൻ്റെ മഹത്തായിട്ടുള്ള ഈ പ്രവർത്തനത്തെ, അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓൺലൈനിൽ ജീവിക്കുന്ന തലമുറയുടെ മധ്യത്തിലാണ് നമ്മളും അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു പരിധി വരെയെങ്കിലും അതിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നു നിൽക്കാൻ സാധിക്കില്ല, അകന്നു നിൽക്കേണ്ട കാര്യമില്ല. പക്ഷെ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഞാനിവിടെ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് എന്നോട് ചോദിക്കായിരുന്നു, ഇതിൻ്റെ കോപ്പി കയ്യിലുണ്ടോ? ഞാൻ പറഞ്ഞൊരു ഇളമ്പച്ച ചട്ടല്ലേ എന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. ഒരു ഇളമ്പച്ച നിറത്തിലുള്ളൊരു നീല കലർന്ന പച്ച കവറോടുകൂടി, അതുവരെ എൻ്റെ മനസ്സിൽ പതിഞ്ഞു അത് ഒരു പക്ഷെ അത് ഈ പുസ്തക രൂപത്തിൽ മാത്രം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അതേമാതിരി ഓൺലൈൻ സാധനങ്ങൾ അങ്ങനെ മൻകൂഷായി, നക്ഷായി, മുദ്രയായി അങ്ങനെ രേഖപ്പെട്ട് കിടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് മാഞ്ഞു പോകുക എന്നുള്ളതാണ് ഓൺലൈനിൻ്റെ ഒരു സ്വഭാവം. അപ്പോഴും ഇത് നിലനിൽക്കുന്നത് അച്ചടി പുസ്തകം, അത് ഏറ്റവും കമനീയമായ രീതിയിലുള്ള അത് നിങ്ങൾ പുസ്തക രൂപത്തിൽ ഇപ്പോഴും പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയാണെന്നതിൽ വളരെ സന്തോഷമുണ്ട്. മനുഷ്യന് കൊണ്ടുപോകാൻ, കാത്തു സൂക്ഷിക്കാൻ, എല്ലായിടത്തും വെക്കാൻ, അതിൻ്റെ പവിത്രതയോടെ സ്നേഹിച്ച് ആദരിക്കാൻ, മറ്റേത് എവിടെയോ കിടക്കണം, അതിനെ നമുക്ക് തൊട്ടു നോക്കാൻ കഴിയില്ല ഓൺലൈൻ. അതുകൊണ്ട് ഗ്രന്ഥരൂപത്തിൽ ഈ ഖുർആൻ പരിഭാഷ ഇപ്പോഴും ഇറങ്ങുന്നു. അത് ഇനി കൂടുതൽ ഇറക്കണം.
ഈ പതിറ്റാണ്ടിനിടയിൽ 10ഓളം തവണ 9 തവണ ഇതിൻ്റെ എഡിഷനുകൾ ഇറങ്ങിയിരിക്കുന്നുവെന്നുള്ളത് ചെറിയ കാര്യമല്ല, വളരെ വലിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആവറേജ് പറഞ്ഞാൽ ഓരോ വർഷവും ഓരോ എഡിഷൻ എന്ന് പറയാവുന്ന വിധം വായിക്കപ്പെട്ട, പ്രസിദ്ധീകരിക്കപ്പെട്ട മഹത്തായ ഖുർആൻ പരിഭാഷയുടെ ആപ്പാണ് ഇവിടെ അഭിവന്ദനായ സമാദരണീയരായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ലോഞ്ചിങ് നിർവഹിച്ചിട്ടുള്ളത്. ഇന്ത്യ രാജ്യം ഖുർആൻ പരിഭാഷയിലേക്ക്, വ്യാഖ്യാനത്തിലേക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായി ഇന്ത്യയിലെ ഭാഷകൾ, ഖുർആൻ പരന്നല്ലോ, ഖുർആൻ പരന്നൊഴുകി, ഖുർആൻ പരക്കാത്ത ഇടമില്ല, എല്ലായിടത്തേക്കും പരന്നൊഴുകി. അതുകൊണ്ട് ഇന്ത്യ പോലുള്ള ഒരു മഹത്തായ രാജ്യത്ത് ഖുർആൻ്റെ വിജ്ഞാനീയങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ മാത്രമല്ല അതിൻ്റെ ഏറ്റവും കൃത്യവും മികവുറ്റതുമായതടക്കമുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ത്യയിലുണ്ടായി എന്നുള്ളതും ഇത്തരുണത്തിൽ ഒരു ഇന്ത്യൻ പണ്ഡിതന്റെ ശുദ്ധ ഖുർആന്റെ പരിഭാഷയും വ്യാഖ്യാനവും പ്രകാശനം ചെയ്യപ്പെടുന്ന അഥവാ ലോഞ്ചിങ് നിർവഹിക്കപ്പെടുന്ന ചടങ്ങായതുകൊണ്ട് അനുസ്മരിച്ചു പോവുകയാണ്. അതിന് തുടക്കം കുറിച്ചത് നമുക്കറിയാവുന്ന പോലെ ഷാ വലിയുല്ലാഹി ദഹ്ലവിയാണ് റഹിമഹുല്ല. ഇന്ത്യയിലെ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളുടെ ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ, അതിൻ്റെ കണ്ണികളെ പരിശോധിക്കുമ്പോൾ, വിശേഷിച്ചും ഹദീസ് ശാസ്ത്രം, ഹദീസ് വിജ്ഞാനം, അതിൻ്റെ ഇന്ത്യൻ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കുടുംബം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ ഒരു വ്യക്തിയല്ല, ഒരു കുടുംബം. ഷാ വലിയുല്ലാഹ് ഒരു ഷജറത്തു തൂബായാണെന്നാണ് ഒരു അറബ് പണ്ഡിതൻ അഭിപ്രായപ്പെടുകയുണ്ടായത്. ഷജറത്തു തൂബ, തൂബാമരം, അത് ഒരു സ്ഥലത്ത് നിലകൊള്ളുമ്പോഴും അതിൻ്റെ ചില്ലകൾ എങ്ങും വ്യാപിച്ചിരിക്കുന്നുവെന്ന് പറയാൻ ആ അറബ് പണ്ഡിതനെ സജ്ജനാക്കിയത് ഷാ വലിയുല്ലാഹി ദഹ്ലവി വിശുദ്ധ ഖുർആന്റെ വിജ്ഞാനീയങ്ങളിലേക്ക് പ്രവേശിച്ചത് കൊണ്ടാണ്. പേർഷ്യൻ ഭാഷയിലേക്ക് ഷാ സാഹിബ് നടത്തിയിട്ടുള്ള ഖുർആന്റെ മൊഴിമാറ്റം അന്ന് ചിന്തിക്കാൻ വളരെ പ്രയാസമുള്ള, ഖുർആന്റെ പരിഭാഷ എത്ര ആവശ്യമാണ്, എത്ര ന്യായമാണ്, എത്ര അനിവാര്യമാണ് എന്ന് ആലോചിക്കുന്നവർക്കുള്ള വലിയ ഒരു വഴികാട്ടിയായിരിക്കും ഒരുപക്ഷെ വലിയ ദീനീ വിജ്ഞാനീയങ്ങളിൽ വളരെ അവഗാഹമുള്ള, ഇൽമു ശരീഅത്തിൽ വളരെ വലിയ ആഴങ്ങളിലെത്തിയ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ എന്ന ഒറ്റ ഗ്രന്ഥം കൊണ്ട് വൈജ്ഞാനിക ലോകത്തിൻ്റെ മനം കവർന്ന, ബുദ്ധിയും കവർന്ന, അവരുടെ ഹൃദയവും കവർന്ന ഷാ വലിയുല്ലാഹി ദഹ്ലവി ഈ മഹത്തായ ഖുർആൻ വ്യാഖ്യാനത്തിലൂടെ ഫത്ഹുർ റഹ്മാൻ എന്നാണ് ആ പരിഭാഷയുടെ പേര് എന്നാണ് ഞാൻ ഓർക്കുന്നത്. ആ പരിഭാഷയിലൂടെ, പക്ഷെ അതോടുകൂടി അത് നിന്നില്ല. ഷാ വലിയുല്ലാഹി ദഹ്ലവിയുടെ മക്കൾ ആ ദൗത്യം പിന്നീട് തുടർന്നു കൊണ്ടുപോയി. ഷാ അബ്ദുൽ ഖാദിർ ആദ്യമായിട്ട് ഉറുദുവിലേക്ക് ഖുർആന്റെ മൊഴിമാറ്റം നിർവഹിച്ചു. ഉറുദു ഭാഷ, മനോഹരമായ ഭാരതീയ ഭാഷ, ആ ഭാഷയിലേക്ക് ഖുർആന്റെ വിജ്ഞാനം, ഇന്നും ഉറുദുവിലേക്ക് ഖുർആൻ ഭാഷാന്തരം ചെയ്യുന്നവരുടെ ഒറിജിനലായിട്ട് അവരുടെ മുമ്പിലുള്ള മാർഗദർശനം നൽകുന്നത് ഷാ അബ്ദുൽ ഖാദിർ ദഹ്ലവിയുടെ ഉറുദു പരിഭാഷയാണ് എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഉറുദുവിൽ പിന്നീട് നിരവധി ഖുർആൻ പരിഭാഷകൾ ഇറങ്ങി. ചിലതൊക്കെ വളരെയേറെ സ്വീകരിക്കപ്പെട്ടു, ചിലതൊക്കെ വ്യാഖ്യാനത്തിലെ സൂക്ഷ്മതക്കുറവ് കൊണ്ടും പിഴവ് കൊണ്ടും തിരസ്കരിക്കപ്പെട്ടു. കാലയവനികക്ക് അപ്പുറത്തേക്ക് മറിഞ്ഞു എന്നും കൂടി പറയണം. സർ സയ്യിദിൻ്റെ ഒക്കെ പരിഭാഷയും വ്യാഖ്യാനവും അടക്കം അതിനൊന്നും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. കാരണം ഖുർആനിക വിജ്ഞാനീയങ്ങളെ ആ കാലത്തെ
ശാസ്ത്രലോകവുമായിട്ട് ബന്ധപ്പെടുത്തി സർ സയ്യിദ് വ്യാഖ്യാനിച്ചു വന്നപ്പോ അതിൽ അദ്ദേഹത്തിന് പറ്റിയതായിട്ടുള്ള അബദ്ധങ്ങൾ തഫ്സീറും ബിർറഇയിലേക്ക് പോയി. തഫ്സീറും ബിർറഇ, സ്വാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഖുർആൻ വിശദീകരിക്കുക, അത് വിലക്കപ്പെട്ടതാണ്. ഖുർആൻ എന്തിനു വേണ്ടി ഇറക്കപ്പെട്ടുവോ ആ രീതിയിലാണ് ഖുർആനെ സമീപിക്കേണ്ടത്. ഖുർആൻ എങ്ങനെ ഇറക്കിയോ, ആരിൽ ഇറക്കപ്പെട്ടുവോ അവരാണ് അതിൻ്റെ ആദ്യകാലത്തെ ഖുർആൻ മനസ്സിലാക്കിയവരാണ്, ശരിയായിട്ടത് മനസ്സിലാക്കിയത്. അവരാണ് ഖുർആൻ സൂക്ഷിച്ചു വെക്കുന്ന പ്രക്രിയക്ക് തുടക്കം കുറിച്ചത്. അത് പുണ്യ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. അവർക്കിടയിൽ നിന്ന് തന്നെ ഖുർആന്റെ വ്യാഖ്യാതാക്കൾ ഉണ്ടായി. അബ്ദുല്ലാഹിബ്നു അബ്ബാസും അബ്ദുല്ലാഹിബ്നു മസ്ഊദും. ഇന്ന് നമ്മളിവിടെ ഖുർആന്റെ ഒരു പരിഭാഷയും വ്യാഖ്യാനവും അതിൻ്റെ ആപ്പ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ നദവി സാഹിബിനെ പോലുള്ള പണ്ഡിതന്മാരിലൂടെ ഈ പ്രക്രിയ തുടരുമ്പോൾ അതിൻ്റെ തുടക്കക്കാരൻ്റെ പേര്, ലോകം നൽകിയ പേര്, ആ കാലത്ത് തന്നെ അറിയപ്പെട്ട പേര് തർജുമാനുൽ ഖുർആൻ. സയ്യിദുന ഇബ്നു അബ്ബാസ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ് എന്ന് ഓർക്കുന്നത് എത്ര അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. സഹാബികൾക്കിടയിൽ ഈ പേരോടുകൂടി അറിയപ്പെട്ടത് തർജുമാനുൽ, ആ പേരിൽ തന്നെ ഉറുദുവിൽ ഖുർആൻ വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ ഉറുദുവിൽ ഖുർആന്റെ പരിഭാഷ വന്നിട്ടുണ്ട്. പക്ഷെ അത് അന്ന് ഖുർആന്റെ ആദ്യ വ്യാഖ്യാതാക്കളിൽ പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് നൽകപ്പെട്ട വിശേഷണമാണെന്നും ബഹുമതിയാണെന്നും മനസ്സിലാക്കുമ്പോൾ വലിയ ഒരു പരമ്പരയിലേക്കാണ് നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്ന ഈ ഖുർആന്റെ മൊഴിമാറ്റം അഥവാ ഖുർആന്റെ ആശയമാറ്റം. ഖുർആന്റെ നേരിട്ടുള്ള പരിഭാഷ എന്ന് പറയുമ്പോഴും ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം ഖുർആനെ നേരിട്ട് പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് ആശയപരമായിട്ട് ബുദ്ധിമുട്ടാണ്, പ്രായോഗികമായിട്ടും ബുദ്ധിമുട്ടാണ്. പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. ഖുർആൻ ഒരു ദൈവികമായിട്ടുള്ള വചനമാണ്. അതിന് തത്തുല്യമായ പദം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടെന്നല്ല, അസാധ്യമായിരിക്കും. പിന്നെ അറബി ഭാഷയുടെ പ്രത്യേകതകളുണ്ട്. അതിപ്പോ ഖുർആൻ മാത്രമല്ല, ഇപ്പൊ കവിതകളെ പറ്റി പറയാറുണ്ട്. നല്ല കവിതക്ക് ട്രാൻസ്ലേഷൻ ഇല്ല എന്നാണ് പറയാറ്. വളരെ പ്രഗത്ഭനായിട്ടുള്ളൊരു കവി അറബിയിലോ ഉറുദുവിലോ ഇംഗ്ലീഷിലോ, ഇപ്പൊ ഷേക്സ്പിയർ, അത് അതേമാതിരി മലയാളത്തിലാക്കണമെന്ന് വിചാരിച്ചാൽ വാക്ക് പരിഭാഷപ്പെടുത്തിയാലും വികാരം പരിഭാഷപ്പെടുത്താൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേവലം പുസ്തകങ്ങളുടെ ട്രാൻസ്ലേഷനിൽ പോലും ഉണ്ടെങ്കിൽ ദൈവിക ഗ്രന്ഥം, അതിൻ്റെ സമീപനം വ്യത്യസ്തം. ഖുർആനാകട്ടെ അത്ഭുതകരം എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഒരു ജമ്പിങ് ഉണ്ട്. ഖുർആൻ ഒരു വിഷയത്തിന് മറ്റൊരു, എനിക്ക് ചിലപ്പോൾ ജമ്പിങ് എന്ന് തോന്നാറുണ്ട്. അതിനെ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഒരു ചാട്ടം, ഒരു വിഷയത്തിന് വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ജമ്പ് ചെയ്യും. അത് ഖുർആന്റെ ഒരു പ്രത്യേകത. മനുഷ്യനെ ഞെട്ടിക്കുന്ന രീതിയിൽ അവന്റെ ചിന്തയെ തൊട്ടുണർത്തല്ല, അവന്റെ ചിന്തയെ പിടിച്ചുലക്കുന്ന രീതിയിൽ ഒറ്റച്ചാട്ടം. ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഉടനെ വേറൊന്നിലേക്ക് പോകും. ഇങ്ങനെയൊക്കെയുള്ള ഖുർആന്റെ സമീപനവും അനർഘമാണ്, അതുല്യമാണ്. അവിടെ വലിയ സൂക്ഷ്മത വേണ്ടിവരും. പദങ്ങൾ തത്തുല്യമായിട്ട് കണ്ടെത്താൻ കഴിയില്ല. ഇപ്പൊ തന്നെ ഇപ്പോ ഖുർആൻ ഇറക്കി എന്ന് പറയുന്നു. നഹ്നു നസ്സൽന ദിക്റ, ഖുർആൻ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തൻസീൽ, ഇറക്കം. തൻസീലും മിർ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീന്റെ അടുക്കൽ നിന്നുള്ള തൻസീലാണ് ഖുർആൻ. അത് ഇറക്കലാണ്. അപ്പൊ ഇറക്കണമെങ്കിൽ എന്ത് വേണം? മുകളിൽ താഴേക്കുള്ളതിനെയാണ് മലയാളത്തിൽ ഇറക്കുക എന്ന് പറയാം. അല്ലാതെയും ചിലപ്പോൾ ഉപയോഗിക്കും ഒരു പുതിയ പുസ്തകം ഇറക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ വരില്ല. ഭാഷാപരമായി ശരിക്ക് ഇറക്കി, ഇറക്കം താഴേക്കാണ്, കയറ്റം മുകളിലേക്കാണ്. അപ്പൊ ചിലപ്പോൾ അവിടെ ഇറക്കെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇറക്കം ഖുർആൻ ഉപയോഗിച്ച ആ ഭാഷയുടെ സൗന്ദര്യം പോലും ഉൾക്കൊള്ളുന്നില്ല.
അപ്പൊ ചിലപ്പോ വാക്ക് നന്നാക്കാൻ വേണ്ടി ചിലർ അവതരിപ്പിച്ചു എന്ന് പറയും പരിഭാഷ. മിക്കവാറും അങ്ങനെ കാണാൻ കഴിയും. ഖുർആന്റെ അവതരണം, ഖുർആൻ അവതരിപ്പിച്ചു. പക്ഷെ അവതരണം എന്ന് പറയുമ്പോൾ ഇറക്കി എന്ന് പറയുന്നതിന്റെ അർത്ഥം കിട്ടില്ല. ഞാനിവിടെ ഒരു പ്രബന്ധം അവതരിപ്പിച്ചു, അതിവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറക്കി എന്ന് പറയുമ്പോഴാണ് വാനലോകത്തിന്റെ അപ്പുറത്ത് നിന്ന് ദൈവത്തിന്റെ വചനമായി മുകളിൽ നിന്ന് ഉപരിലോകത്ത് നിന്ന് താഴേക്ക് വന്നു എന്ന അർത്ഥത്തിലാണ്. ഇതൊക്കെ ഭാഷാപരമായിട്ട് ഖുർആന്റെ പരിഭാഷകർ നേരിടുന്ന വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികൾ അതിജീവിക്കണമെങ്കിൽ 2 യോഗ്യത വേണ്ടി വരും. ചുരുങ്ങിയത് വേറൊരുപാട് യോഗ്യത വേണ്ടി വരും. ഒന്ന്, ഖുർആനെ കുറിച്ചുള്ള സമഗ്രമായ സൂക്ഷ്മമായ ധാരണ. 2, ഏത് ഭാഷയിലേക്കാണോ മൊഴിമാറ്റം, ആശയമാറ്റം നടത്തുന്നത് ആ ഭാഷയെക്കുറിച്ചുള്ള, ആ ഭാഷയിലുള്ള അവഗാഹം. ഇപ്പോ ഈ വൈക്കം മുഹമ്മദ് ബഷീർ ഖുർആൻ പരിഭാഷകനൊന്നുമല്ല, മലയാളത്തിലെ വലിയ സാഹിത്യകാരനാണ്. അദ്ദേഹം ഇഖ്റ ബിസ്മിയിലെ 2 സൂക്തം അദ്ദേഹത്തിന്റെ രീതിയിൽ പറഞ്ഞതോ എഴുതിയതോ ഉണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. വായിക്കുക, തൂലിക കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ് ദൈവം അല്ലാഹു. അവന്റെ പേര് ഇഖ്റ റബ്ബുക്കൽ അക്രം. ബഷീർ പറയാണ്, വായിക്കുക, അത്യുദാരനാണ് നിന്റെ ദൈവം. ഇത് ഈ അത്യുദാരനാണ് വളരെ നല്ല രസകരമായിട്ടുള്ള ഒരു മലയാള വാക്കാണ്. അത് ഉപയോഗിക്കാൻ ബഷീറിന് സാധിക്കുന്നത് അദ്ദേഹത്തിന് മലയാളത്തിലെ, ബഷീറിന്റെ ഭാഷ വേറൊരു ഭാഷയാണ്, മലയാളത്തിൽ തന്നെ വേറൊരു ഭാഷ ഉണ്ടാക്കിയ ആളാണ് ബഷീർ എന്ന് പറയണം. അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള വളരെ അസാധാരണത്വമുള്ള എഴുത്തുകാരനാണ്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബഹാവുദ്ദീൻ ഉസ്താദിന്റെ പരിഭാഷയുടെ വ്യാഖ്യാനത്തിന്റെ ഒരു പ്രാധാന്യം ഈ സൂക്ഷ്മതയാണെന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. പദങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിട്ടുള്ള സൂക്ഷ്മത, മൊഴിമാറ്റത്തിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്ന മൂന്നാമതൊന്നും കൂടി ആവശ്യമുണ്ട് സത്യത്തിൽ. അതോടുകൂടി തന്നെയാണ് അദ്ദേഹം ഖുർആനെ സമീപിച്ചിട്ടുള്ളത്. പല മുഫസ്സിറുകളും ചൂണ്ടിക്കാണിച്ച കാര്യമാണത്. ഒന്ന്, നമുക്കറിയാം ഖുർആനെ കുറിച്ചുള്ള സൂക്ഷ്മമായ ധാരണ, ഖുർആനിക ലോകത്തെക്കുറിച്ചുള്ള നല്ല അറിവ്. 2, അറബി ഭാഷയിലാണ് ഖുർആൻ. അറബി നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അവസ്ഥാവിശേഷം. ഏത് ഭാഷയിലേക്കാണോ മൊഴിമാറ്റം, ആ ഭാഷയെ അനായാസമായി കൈകാര്യം ചെയ്യാനും അതിൻ്റെ പദാവലി, അതിൻ്റെ വൊക്കാബുലറി, പദസമ്പത്തുമായിട്ടുള്ള ഗാഠമായിട്ടുള്ള ബന്ധം. മൂന്നാമതൊരു കാര്യം, ഖുർആൻ നൽകിയ സൂക്ഷ്മതയാണ്. പല വ്യാഖ്യാതാക്കളും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് തുറന്നു പറഞ്ഞാൽ ഒരു തഖ്വാപരമായ മനസ്സിലേക്കാണ് ഖുർആൻ ഇറങ്ങുക. ഖുർആൻ നേരത്തെ ഇറങ്ങിയ ഇറക്കത്തിന് പുറമെ ഖുർആൻ ഇപ്പോഴും ഇറങ്ങുന്നുണ്ട്. കൽബിലേക്ക് ഇറങ്ങുകയാണ്, ഓരോ കൽബിലേക്ക് ഇറങ്ങുകയാണ്. ആ നെഞ്ച്, നസ്സല അലാ ഖൽബിക, നബിയെ അങ്ങയുടെ ഹൃദയത്തിന്മേൽ അല്ലാഹു ഇറക്കി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് നമുക്കറിയാം. വരുന്നത് ഏറ്റവും വിശുദ്ധമായ ഇടത്ത് നിന്ന്, കൊണ്ടുവരുന്നത് റൂഹുൽ ഖുദുസ്, റൂഹുൽ അമീൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ. വളരെ പവിത്രം, പരിശുദ്ധം, അന്യൂനം. തിരുനബിയുടെ തിരുനെഞ്ചിൽ അലാ സാഹിബിഹി സ്വലവാത്തു വത്തസ്ലീമാത്തു വത്തഹിയ്യാത്ത്, അവിടെയാണ് ഇറക്കുന്നത്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്നവർക്കുള്ള ഒരു വിശുദ്ധിയുടെ, സൂക്ഷ്മതയുടെ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആദരണീയനായ ഉസ്താദ് അവർകൾ ആ നിയ്യത്തോടെ തന്നെ അതിനെ സമീപിക്കുകയും അതിൽ അല്ലാഹു വിജയം നൽകുകയും ചെയ്തിരിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിൽ നമ്മളൊക്കെ പങ്കാളികളായിരിക്കുന്നു. നമുക്കും ആ ഭാഗ്യം കൈവന്നിരിക്കുന്നു, എനിക്കും ആ ഭാഗ്യം കൈവന്നിരിക്കുന്നു. എനിക്കത് വായിക്കാനുള്ള ഭാഗ്യം, അത് മനസ്സിലാക്കാനുള്ള, അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തെ അത് സമീപിക്കാനുള്ള ഭാഗ്യം മാത്രമല്ല,
എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാനോ ഭാഗ്യമുണ്ടായിരിക്കുന്നു. വളരെ മികവുറ്റ രീതിയിലാണ് നിങ്ങൾ ഇതിൻ്റെ ഓൺലൈൻ ആപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സൗകര്യപ്രദമാണ്. അതിനെക്കുറിച്ചൊരു വാക്ക് പറയാതിരുന്നൂടാ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. നല്ലൊരു പ്രവർത്തനമാണ്. അത് എങ്ങനെ എത്ര സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാം മനുഷ്യന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ. വളരെ പ്രശസ്തരായ ഖുർആൻ പാരായണം നടത്തിയ കാരികളെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാരി മാത്രമല്ല, ഏത് ഓത്തിലേക്കും പോകാം. അവരാകട്ടെ വളരെ പ്രശസ്തരാണ്. ഇപ്പോൾ ഇവിടെ കേട്ടത് തന്നെ ലോകപ്രശസ്തനായിട്ടുള്ളൊരു കാരിന്റെ ഖിറാഅത്താണ് നമ്മളിപ്പോൾ കേട്ടത്. അക്ഷരങ്ങള് കണ്ണിന്റെ കാഴ്ചക്കനുസരിച്ചോ മനുഷ്യന്റെ സൗകര്യത്തിനനുസരിച്ചോ യാത്രയിലോ മറ്റൊക്കെ ഉപയോഗിക്കാനുള്ള സന്ദർഭത്തിനനുസരിച്ചോ വലുപ്പം കൂട്ടാം. അത് നിങ്ങൾ ചെയ്തിരിക്കുന്നു. മറ്റൊരുപാട് സൗകര്യങ്ങൾ ഓതി നിർത്തിയിടത്ത് നിന്ന് ഓത്ത് വീണ്ടും തുടങ്ങാൻ പാരായണം ദൈനംദിനം നടത്തുന്നവർക്ക് ചെറിയ സൗകര്യമൊന്നുമല്ല ഇത്. വലിയ സൗകര്യമാണ്. പ്രത്യേകിച്ച് പുതിയ തലമുറ പുസ്തകത്തോട് വിരക്തി പുലർത്തിക്കൊണ്ട് സ്ക്രീൻ ടൈം വർദ്ധിപ്പിക്കുന്ന സംഗതിയിൽ ഏർപ്പെട്ടിട്ടുള്ള തലമുറയുടെ മുമ്പിൽ മഹത്തായ ഒരു പുണ്യകർമ്മം, വിശിഷ്ട കർമ്മമാണ് നിർവഹിച്ചിട്ടുള്ളത്. അള്ളാഹു ഇതിൽ ബന്ധപ്പെട്ടവർക്കൊക്കെ നല്ല പ്രതിഫലം നൽകട്ടെ, ഉത്തമ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇനിയും നല്ല നല്ല അസാധാരണത്വമുള്ള, വളരെ ഷാർപ്പാണ് ഉസ്താദിൻ്റെ, വളരെ മൂർച്ചയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സും ധിഷണയും അദ്ദേഹത്തിൻ്റെ പ്രതിഭയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതറിയുന്നതിലും സന്തോഷമാണ്, അത് മനസ്സിലാക്കുന്നത് സന്തോഷമാണ്. ദാറുൽ ഹുദ സൃഷ്ടിച്ചിട്ടുള്ള മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു സരണിയുണ്ട്. അതിലൊരുപാട് പുണ്യങ്ങൾ, ഒരുപാട് നന്മകൾ സമൂഹത്തിന് കൈവന്നിട്ടുണ്ട്. അതിലേറ്റവും വലിയൊരു നന്മയാണ് ഈ ഒരു ചെറിയ ചടങ്ങില്, ഈ ഒരു കൊച്ചു സന്ദർഭത്തിൽ, വലിയ ഒച്ചപ്പാടും ബഹളോ ആൾക്കൂട്ടോ ഒന്നുമില്ലാതെ ഈ മുറിയിൽ, ഈ ഹാളിൽ, ഒരു കൊച്ചു സദസ്സിലെ ലളിതമായ ഈ ചടങ്ങിലൂടെ യഥാർത്ഥത്തിൽ ലഭ്യമാകുന്നത് തലമുറകളിലേക്ക് പകരുന്ന മഹത്തായ പുണ്യമാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. തഖബ്ബൽ അല്ലാഹു മിന്ന ഒമിൻകും, എല്ലാവരിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാനും കൂടി അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത് കൂടുതൽ കൂടുതൽ ഫലപ്രദമായി ആളുകളിൽ എത്തട്ടെ. അതിനുള്ളതായ പദ്ധതികൾ സ്വമേധ എത്തും. ഇത് ഓൺലൈനിൽ അങ്ങ് വരുന്നതോടുകൂടി അങ്ങ് പരക്കും. അത് പരന്നേ തീരൂ. അത് സ്വമേധയായത് ധാരാളം ആളുകൾ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉത്തമമായിട്ടുള്ള ഒരു മലയാള മൊഴിമാറ്റമാണ്, നല്ല ഉത്തമമായിട്ടുള്ള വിശദീകരണമാണ്. ആ മഹത്തായ അതുപോലുള്ള പ്രവർത്തനങ്ങൾ, ഇതിൻ്റെ ആപ്പിൽ ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ പറഞ്ഞെടുത്ത് ഓരോ വിവരത്തിലേക്ക് വിരലമർത്തി പോകാൻ സാധിക്കുന്നിടത്ത് എബൌട്ട് ദി ഓദർ എന്നൊരു സ്ഥലത്ത് നിങ്ങളൊരു വിൻഡോ എന്ന് പറയാൻ തോന്നുന്നു, അല്ല വിൻഡോ ആട്ടെ എന്താകട്ടെ, ഒരു ജാലകം നിങ്ങൾ തുറന്നതായിട്ട് കണ്ടു. എൻ്റെ ഒരു എളിയ നിർദ്ദേശം, ഓദർ എന്നുള്ളതിനേക്കാൾ എബൌട്ട് ദി ട്രാൻസ്ലേറ്റർ എന്നാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓദർ എന്ന് പറയുമ്പോൾ കർത്താവാണ്. അത് വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ, ഖുർആന്റെ കർത്തൃത്വം. അത് സാധാരണ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഓദർ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഖുർആൻ ആയതുകൊണ്ട് ഓദർ എന്ന വാക്കിൽ സൂക്ഷ്മത കുറവുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എബൌട്ട് ദി ട്രാൻസ്ലേറ്റർ എന്നാക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു നിർദ്ദേശം ഇത് തയ്യാറാക്കിയ വളരെ പ്രഗത്ഭരായ മികവുറ്റ യുവ പണ്ഡിതരുടെ ടീമിന്റെ മുമ്പാകെ വെച്ചുകൊണ്ട് ഇത് കൂടുതൽ, ഇതോടൊപ്പം ഗ്രന്ഥരൂപത്തിലുള്ള പ്രസാധനം വർദ്ധിപ്പിക്കണമെന്ന് ഉള്ള നിർദ്ദേശം തുടക്കത്തിൽ വെച്ചത് ആവർത്തിച്ചുകൊണ്ട്, എപ്പോഴും കയ്യിൽ കിട്ടുന്നൊരു ഗ്രന്ഥം, പ്രത്യേകിച്ച് ഖുർആൻ അല്ലേ, കയ്യിൽ വെക്കുമ്പോൾ ഓതുമ്പോഴും അതെടുത്ത് വെക്കുമ്പോഴും അത് തലക്കാൻ പുറത്ത് എന്നൊക്കെയാണ് പണ്ട് നമ്മൾ പറയാ. ഞാൻ എൻ്റെ ലൈബ്രറിയിൽ തലക്കാൻ പുറത്ത്, ഞാൻ എൻ്റെ ലൈബ്രറിയിൽ ഏറ്റവും ടോപ്പിൽ എൻ്റെ ഷെൽഫിൽ ഞാൻ കിടക്കുന്നിടത്തും രാത്രി ഉറങ്ങുന്നിടത്തും രാത്രി ഉറങ്ങുന്ന മുറിയിലും
ഷെൽഫിൽ ഏറ്റവും മുകളിൽ തഫ്സീറുകളാണ്. അറബിയിലും ഉറുദുവിലുള്ള വളരെ വളരെ ഗഹനമായിട്ടുള്ള തഫ്സീറുകൾ ഇംഗ്ലീഷിലും, പിന്നെ അതിൻ്റെ ചോട്ട് ഹദീദ് സംബന്ധമായി. അതിനൊക്കെ നമുക്ക് ഇത് തന്നെ കിട്ടണം. അപ്പം എനിക്കൊരു കോപ്പി ഇവിടെ തരാൻ തീരുമാനിച്ച ബഹുമാനപ്പെട്ട ഉസ്താദ് എൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു. അതിന് ഞാൻ വളരെ നന്ദി പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മശ്ഗൂലാകുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരാൾ ഖുർആനിൽ മശ്ഗൂലായാൽ, ഖുർആനിൽ വ്യാപൃതനായാൽ, അയാൾക്ക് അത് മതി എന്നാണ് പുണ്യ റസൂലിൻ്റെ വചനം സല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരാൾ നിസ്കാരത്തിൽ മാത്രം വ്യാപൃതനാവുകയാണെങ്കിൽ അത് മതി എന്നൊരു ഹദീസിലില്ല. നോമ്പിൽ മാത്രം വ്യാപൃതനാവുകയാണെങ്കിൽ അത് മതി എന്നില്ല. സദക്ക കൊടുക്കുകയാണ് ഒരാളെങ്കിൽ ആ സദക്ക മതി എന്ന് പറഞ്ഞിട്ടില്ല. സക്കാത്താണെങ്കിൽ സക്കാത്ത് മതി എന്ന് പറഞ്ഞിട്ടില്ല. ഒരാൾ ഹജ്ജ് ഉംറയും നടക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ അത് മതി എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പുണ്യത്തിനും പറയാത്ത ഒരാൾ ഖുർആനിൽ വ്യാപൃതനായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി മറ്റു പല കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത വിധം അങ്ങനെയുള്ള ചില മുഫസ്സിറുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മുഫസ്സിറുകൾ മാത്രമല്ല, ഖുർആന്റെ ആയിട്ട് ബന്ധപ്പെട്ട മഹാപണ്ഡിതന്മാർ ഖുർആനെ പറ്റി എഴുതിയിട്ടും ഖുർആനെ പറ്റി ചിന്തിച്ചിട്ടും ഖുർആനെ സ്വാഭിപ്രായ പ്രകാരം വ്യാഖ്യാനിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോഴും ഒരു കാര്യം ഊന്നി പറഞ്ഞു, ഖുർആനെ പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. തദബ്ബുറുൽ ഖുർആൻ അത് നടത്തുന്നവരിലും അതിൽ വ്യാപൃതരാകുന്നവരിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദിവി ഉസ്താദ് അവർകൾക്ക് അള്ളാഹു ദീർഘായുസ്സും കൂടുതൽ ആയുരാരോഗ്യവും കൂടുതൽ കാലം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനും കൊണ്ടുപോകാനും ദാറുൽ ഹുദക്ക് നേതൃത്വം നൽകുന്ന പോലെ ഈ മഹത്തായ തൻ്റെ സ്വന്തം വ്യക്തിപരമായ ഈ വലിയ മഹാപണ്ഡിതന്മാർക്ക് വലിയ സംഘാടകനാകാൻ പറ്റില്ല. വലിയ സംഘാടകർക്ക് അവരുടെ പാണ്ഡിത്യത്തിനനുസരിച്ച് എഴുത്ത് മുന്നോട്ടുകൊണ്ടുപോകാനും പറ്റില്ല. ഇത് ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സാഹിത്യത്തിൽ മുഴുകുന്ന ഒരു എഴുത്തുകാരന് അതിൽ നല്ല മികവ് കാണിക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ അദ്ദേഹത്തിന് നല്ലൊരു മൊബിലൈസർ, ഒരു നല്ല ഓർഗനൈസർ കഴിയില്ല. അതിൽ മുഴുകിപ്പോവും, അല്ലെങ്കിൽ ഇതിൽ മുഴുകിപ്പോവും. മനുഷ്യൻ അവൻ ജീവിതത്തിന് ചില പരിമിതികളുണ്ട്. ബഹാഉദ്ദീൻ ഉസ്താദിലേക്ക് നോക്കുമ്പോൾ ജീവിതം മുഴുവൻ കർമ്മരംഗത്തായിരുന്നു. അതിൻ്റെ അടയാളമായി ദാറുൽ ഹുദയുണ്ട്, അതിനോട് ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിക്കുമായിരുന്നു. ഒരുപക്ഷെ ദാറുൽ ഹുദയും ഗ്രന്ഥങ്ങളാണ്. അവിടെ നിന്ന് പുറത്തിറങ്ങുന്നവരൊക്കെ എഴുതുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അതൊക്കെ അറിവാണ്. ദാറുൽ ഹുദയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ ഹുദവിയും യഥാർത്ഥത്തിൽ ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദിവി സാഹിബ് എഴുതിയ പുസ്തകമാണ് എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. മറ്റു ഉസ്താദുമാരും അതിൽ പങ്കുവഹിച്ചു. മുഖ്യമായി അദ്ദേഹത്തിൻ്റെ രചനയാണ്. രചന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിർമ്മാണം, രചനാത്മകം എന്നൊക്കെയാണ് പറയാം. നിർമ്മാണമാണ്. ഈ പ്രക്രിയ തുടർന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വർഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇവിടെ നല്ല സംസാരങ്ങൾ വരാനുണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫൽ ഫൈസി, അദ്ദേഹത്തിൻ്റെ സംസാരത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഡോക്ടർ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ സജീവൻ ഈ വിഷയങ്ങളിലൊക്കെ വളരെ തൻ്റെ പഠനങ്ങൾ നടത്തുന്ന, പണ്ഡിതോചിതമായി വൈജ്ഞാനികമായി വിഷയങ്ങളെ സമീപിക്കുന്ന മാധ്യമ പ്രവർത്തകനാണ്. അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സംസാരിച്ചിട്ടില്ല, അതിൻ്റെ ഇടയിലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒക്കെ സംസാരമുണ്ട്. സെമിനാറിൽ പല പ്രമുഖരായ പണ്ഡിതന്മാരും സംസാരിക്കാനുണ്ട്. ഞാൻ ഇനി ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും ദുആകളിൽ ഓർക്കണമെന്ന് മാത്രം എളിയ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. അസ്സലാം.